അപ്രതീക്ഷിതമായ 2 വേദനകളാണ് ഇപ്പോൾ മോഹൻലാലിനെ തേടിയെത്തിയത്. തന്റെ ഉറ്റ സുഹൃത്തിന്റെ മരണത്തിനു പിന്നാലെ മോഹൻലാലിനെ തേടിയെത്തിയത് തന്റെ അമ്മയുടെ മരണവാർത്ത തന്നെയാണ്. ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കുമ്പോഴാണ് മോഹൻലാലിനെ തേടി തന്റെ അമ്മ വിട്ടുപോയി എന്ന വാർത്ത എത്തുന്നത്. കുറച്ചു നാളുകളായി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളിലായിരുന്നുവെങ്കിലും ആരോഗ്യപരമായി വീണ്ടെടുത്തു വരികയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ. എന്താണെങ്കിലും തന്റെ മകന്റെ അവസാന നേട്ടം കാണാനും, അല്ലെങ്കിൽ ഈ ഒരു നേട്ടം കണ്ടുകൊണ്ട് തന്നെയാണ് ആ അമ്മ കണ്ണടച്ചത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചതാണ് ഈ മകന്റെ മോഹൻലാലിന്റെ വലിയൊരു ഭാഗ്യം. പുരസ്കാരം ലഭിച്ച വിവരം അറിഞ്ഞ ശേഷം കൊച്ചിയിലെത്തിയ മോഹൻലാൽ ആദ്യം സന്ദർശിച്ചത് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന തന്റെ അമ്മയെ തന്നെയാണ്. അമ്മയുടെ അടുത്തേക്കാണ് ആദ്യം പോയത്. അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഈ നേട്ടം കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. അമ്മയ്ക്കൊപ്പം ഈ നേട്ടം പങ്കുവയ്ക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. അമ്മ സുഖമില്ലാതിരിക്കുന്ന സമയമാണ്. പക്ഷെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകുമായിരുന്നു. സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും എനിക്ക് കേട്ടാൽ മനസ്സിലാകും. തന്നെ അനുഗ്രഹിച്ചു എന്നും അന്ന് മോഹൻലാൽ പറഞ്ഞു. തന്റെ അമ്മ കുറച്ചു വർഷങ്ങളായി കിടപ്പിലായിരുന്നു എന്നും ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് പിന്നീട് സംസാരിക്കാതായി. കണ്ണുകളിലൂടെയാണ് താനും അമ്മയും കൂടുതൽ മിണ്ടാറുണ്ടായിരുന്നത്. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാണ് താൻ ആ സ്നേഹവും വാത്സല്യവും അറിഞ്ഞത്. ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തൊടും, തല ഒന്നിളക്കും. അതിലൊക്കെ ഇപ്പോൾ ആ ഭാഷ തിരിച്ചറിയാൻ തനിക്ക് സാധിച്ചിരുന്നു. പണ്ട് അമ്മ തനിക്ക് ഉരുള ഉരുട്ടിത്തന്നതുപോലെ താൻ അമ്മയ്ക്കും ഉരുള നൽകും. താനും ഭാര്യ സുചിത്രയും കഴിക്കുന്നത് നോക്കി അമ്മ കിടക്കും. തൊട്ടിരിക്കുക എന്നത് പറയാറില്ലേ, ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാവണം. അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു ചക്രം പൂർത്തിയാക്കുന്നത് താൻ അറിയുന്നുവെന്നും അനുഭവിക്കുന്നുവെന്നും താൻ അതിൽ എന്നെ കാണുന്നുവെന്നും മനുഷ്യ ജീവിതം കാണുന്നുവെന്നും ലാലേട്ടൻ